പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വചനങ്ങളാണ്. വിശുദ്ധ മത്തായിയെ ഈശോ വിളിക്കുന്ന ആ വിളിയെക്കുറിച്ചുള്ള ധ്യാനചിന്തകളാണ് നമ്മൾ കാണുന്നത്. യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരിസയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ്. വിശുദ്ധ മത്തായി, പത്രോസ് തുടങ്ങിയ എല്ലാ അപ്പസ്തോലന്മാർ, ഒരുപക്ഷെ യോഹന്നാൻ ഒഴികെയുള്ളവരെല്ലാവരും തന്നെ അവരുടേതായ ജീവിത പശ്ചാത്തലത്തിൽ കുറവുകളുള്ളവരായിരുന്നു. യോഹന്നാനെക്കുറിച്ച് മാതാവിൻ്റെ കൂടെ എപ്പോഴും നടന്നയാളെന്നൊക്കെ പാരമ്പര്യം പറയുന്നു. യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ എന്ന് വിളിക്കപ്പെടുന്നു. ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു ജീവിതശൈലിയുള്ള ആളായിരുന്നിരിക്കാം യോഹന്നാൻ എന്നാണ് പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നത്, ബൈബിൾ നമ്മൾ കാണുന്നത്. ബാക്കി എല്ലാവരും തന്നെ അവരുടേതായ കുറ്റങ്ങളും കുറവുകളുള്ളവരായിരുന്നു. ഇവർ തമ്മിൽ അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളും അതുപോലെ തന്നെ പ്രഥമ സ്ഥാനത്തിന് വേണ്ടിയുള്ള ദാഹങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആയിരുന്നു. അതിൽ മത്തായിയുടെ പ്രത്യേകത, അവന് റോമ സർക്കാരിന് വേണ്ടി യഹൂദരിൽ നിന്ന് ടാക്സ് പിരിക്കുന്ന, ചുങ്കം പിരിക്കുന്ന ഒരു ഗണത്തിൽപ്പെട്ട ആളാണ്. അതായത് 2 കൂട്ടരെ യഹൂദർ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ടുണ്ട്, ചുങ്കക്കാരും വേശ്യകളും. ഒരാൾ ശരീരം വിറ്റ് ജീവിക്കുന്നു, മറ്റവർ സ്വന്തം ജനത്തെ വിറ്റ് ജീവിക്കുന്നു എന്ന് അവരെക്കുറിച്ച് ചിന്തിക്കുന്നവർ. കാരണം യഹൂദരിൽ നിന്ന് ചുങ്കം പിരിക്കുന്നത് റോമ സർക്കാരാണെങ്കിലും ആ ചുങ്കം പിരിയുടെ ഏജൻസി എടുക്കുന്നവർ, ആ പിരിവിൻ്റെ ഏജൻസി എടുക്കുന്നവർ അവരുടെ വക്താക്കളാണ്. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അമിത ചുങ്കം പിരിക്കും. ഇപ്പോൾ 1 ദിനാറയാണ് ചുങ്കം കൊടുക്കേണ്ടതെങ്കിൽ 2 ദിനാറ മേടിക്കുന്ന, അല്ലെ 1.5 ദിനാറ മേടിക്കുന്നത് കരുത്. അതുപോലെയുള്ള ഒരു തിന്മ അവരിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ഇസ്രായേൽക്കാർ വെറുക്കുമായിരുന്നു. ആ ഗണത്തിൽപ്പെട്ട ഒരുവനെ യേശു തൻ്റെ അപ്പസ്തോല ഗണത്തിലേക്ക് ഉയർത്തിയപ്പോൾ, അവനെക്കൊണ്ട് പിന്നീട് സുവിശേഷം എഴുതിപ്പിച്ചപ്പോൾ, അത് ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുഖഭാവമാണ് നമ്മളവിടെ കാണുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവത്തിന് പേര് കൊടുത്തു കരുണ. യോഹന്നാൻ സ്ലീഹ ഈശോയ്ക്ക് ദൈവത്തിന് പേര് കൊടുത്തു, ദൈവത്തിൻ്റെ പേര് സ്നേഹം എന്നാണ്. അപ്പോൾ കരുണ സ്നേഹം തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് സ്നേഹം. ആ സ്നേഹത്തിൽ പൊട്ടിപ്പുറപ്പെടുന്ന ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് അവിടുത്തെ കരുണ. അതുകൊണ്ടാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ കല്ലെറിയാൻ ഉള്ള യഹൂദ നിയമം, മൊസൈക്ക് ലോ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലണം. മോശയിലൂടെ കിട്ടിയ നിയമ വ്യാഖ്യാനത്തിലൂടെ കല്ലെറിഞ്ഞു കൊല്ലണം. അത് മോശ നൽകിയ നിയമമൊന്നുമല്ല. മോശയുടെ നിയമത്തെ 613 നിയമങ്ങളാക്കി വ്യാഖ്യാനിച്ച് നിയമ പണ്ഡിതന്മാർ കൊടുത്ത നിയമമാണ് അവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ആ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള നിയമത്തെ നടപ്പിലാക്കാൻ വേണ്ടി യേശുവിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഈശോ അവളെ രക്ഷിക്കാൻ, കരുണയോടുകൂടി അവളെ രക്ഷിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് ജ്ഞാനമുള്ള ഒരു വചസ്സ് പറഞ്ഞുകൊണ്ടാണ്. പാപം ചെയ്യാത്തൊരു കല്ലെറിഞ്ഞു. അവിടെ ഒരാൾക്ക് കല്ലെറിയാനായിട്ട് അർഹതയുള്ളൂ, യോഗ്യതയുള്ളൂ, അത് ഈശോ ആണ്, പാപം ചെയ്യാത്തവനായതുകൊണ്ട്. നിങ്ങളിൽ ആർക്ക് എന്നെ പാപം ആരോപിക്കാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചവനാണ് ഈശോ. ഈശോയ്ക്ക് പാപം ക്ഷമിക്കാൻ പറ്റും. പക്ഷേ ഈശോ കല്ലെറിയുന്നില്ല, കല്ല് കയ്യിലെടുക്കുന്നില്ല. അവൾ ആ നിലത്തുണ്ട്. അവരുടെ കല്ലേറ് പ്രതീക്ഷിച്ച് കഴിയുമ്പോൾ ഒരാൾക്ക് പോലും ആത്മധൈര്യമില്ല, മനോധൈര്യമില്ല. അതുകൊണ്ട് അവർ കല്ലിട്ടിട്ട് അവിടെ നിന്ന് പോയി. ആരും നിന്നെ വിധിച്ചില്ലെന്ന് ചോദിച്ചിട്ട് ഈശോ പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നീ പൊക്കോ, പക്ഷേ ഇനിമേൽ പാപം ചെയ്യരുത്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കരണമാണ് അവിടെ നമ്മൾ കണ്ടത്. അതായത് ദൈവസ്നേഹമാണ്, അവിടുത്തെ കരുണയാണ്. അതുകൊണ്ടാണ് മത്തായിയെ അങ്ങനെ വിളിച്ചത്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ ഈശോ ഒരു വചനം പറയുന്നുണ്ട്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ
അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുക ഞാൻ നിങ്ങളോട് പറയുന്നു. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ കൂടുതലായിട്ട് സന്തോഷം ഉണ്ടാകുന്നത് അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ചാണ്. കാരണം എന്താ? അനുതാപം ആവശ്യമില്ലാത്തവർ ഓൾറെഡി യേശുവിൻ്റെ കൂടെ ഉണ്ട്. അവരെക്കുറിച്ച് ഈശോയ്ക്ക് സന്തോഷമുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ സന്തോഷം യേശുവിൽ നിന്ന് അകന്നു പോയ ആ ഒരു വ്യക്തിയെക്കുറിച്ച്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു നല്ല ഇടയൻ്റെ ചിത്രം പറഞ്ഞുകൊണ്ട് ഈശോ പറയുകയാണ്, 99 ആടുകളെ വിട്ടിട്ട് വഴിതെറ്റിപ്പോയ ആടിനെ തേടിപ്പോകുന്ന ഇടയനാണ് ഈശോ. അതാണ് ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഏറ്റവും മനോഹരമായ ഒരു സ്വഭാവം. 12-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പോൾ ഒരിക്കലൊരു ധ്യാനകേന്ദ്രം തുടങ്ങാൻ ആഗ്രഹിച്ച ഒരു വൈദികൻ എൻ്റെ അടുത്ത് മുരുകൂര് ധ്യാനിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം ധ്യാനകേന്ദ്രം തുടങ്ങുന്ന കാര്യമൊക്കെ ആലോചിച്ചു. സഭ അദ്ദേഹത്തിന് കുറച്ച് ഭൂമിക്ക് എടുത്തു കൊടുത്തു. ഒരുപക്ഷെ എൻ്റെ പ്രസംഗം അദ്ദേഹം കേൾക്കുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അദ്ദേഹം തിരുത്തിയൊരു മനോഭാവത്തെക്കുറിച്ച് പറയുക. ഭൂമി കുറേ എടുത്തു, അവിടെ കൃഷിക്കാർ ഉള്ള സൗകര്യങ്ങളുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ എല്ലാ ക്രമീകരണങ്ങളോടുകൂടി നല്ലൊരു കെട്ടിടം പണിയാൻ പോവുക. ഒരു 100 പേർക്ക് അല്ലെ 50 പേർക്ക് താമസിച്ച് ധ്യാനിക്കാനുള്ള സൗകര്യം, എല്ലാവർക്കും 2 പേർക്ക് വെച്ചുള്ള മുറി സൗകര്യം, ഫാമിലിയായിട്ട് വരുന്നവർക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കുന്നു. ആധുനികമായ വിധത്തിലുണ്ടാക്കും. ഒത്തിരി ലക്ഷറിയസ് അല്ല. അതിനുവേണ്ടിയുള്ള പണം അദ്ദേഹം സഭയിൽ നിന്ന് സ്വീകരിക്കാൻ തീരുമാനിച്ചു. സഭ പണം കൊടുക്കാമെന്നും പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് പറഞ്ഞത്, ഇവിടെ മുരുകൂര് പോലുള്ള ഒരു അവസ്ഥ ഞങ്ങളവിടെ പ്രതീക്ഷിക്കുന്നില്ല. മദ്യപാനികൾ, പുകവലിക്കാർ, വസ്ത്രം മാറാൻ പോലും കഴിവില്ലാതെ ഉടുത്ത വസ്ത്രമായിട്ട് ധ്യാനിക്കുന്നവർ, മയക്കുമരുന്ന് കഴിക്കുന്നവർ, എയ്ഡ്സ് രോഗികൾ, മാനസിക രോഗികൾ, ഇങ്ങനെയുള്ള ആരെയും ഞങ്ങളവിടെ കയറ്റുകയില്ല. കുറേ വ്യവസ്ഥകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒന്ന് ചിരിച്ചു. ഒരു കളിയാക്കി ചിരിയാണെന്ന് ചോദിച്ചാൽ കളിയാക്കി ചിരിയല്ല, ഒരു ഷോക്കിൽ നിന്നുണ്ടായ ചിരിയാണ്. ഞാൻ പറഞ്ഞു, അച്ഛൻ ധ്യാനം നടത്തുന്ന വിശുദ്ധർക്ക് വേണ്ടി ആണോ അതെയോ പാപികൾക്ക് വേണ്ടിയാണോ? ഓൾറെഡി വിശുദ്ധിയുടെ പദവിയിൽ ഉയർത്തപ്പെട്ടവർക്ക് വേണ്ടി അച്ഛനൊരു ധ്യാനകേന്ദ്രം തുടങ്ങുകയാണെങ്കിൽ അവിടെ ഈശോ വരുമെന്ന് അച്ഛൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? അവർക്ക് അച്ഛൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു കുറവുകളും ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ധ്യാനം എന്നച്ഛൻ കരുതുന്നുണ്ടോ? അവർക്ക് ധ്യാനം വേണം. ആർക്ക്? കൃപയിൽ വളർന്നവർക്ക് ധ്യാനം വേണം. എന്തിനാണ്? കൃപയിൽ നിലനിർത്താനും ഉപരി കൃപയിലേക്ക് വളർത്താനും വേണ്ടി. അതിന് നിലവിലുള്ള ധ്യാന കേന്ദ്രങ്ങളിലുള്ള സംവിധാനം പോരായിരിക്കാം. പക്ഷേ അതിന് നമ്മൾ വ്യവസ്ഥ വെക്കുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ധ്യാനം വേണ്ട എന്ന് പറയുന്നത് അത് ഒരു ആഠ്യബോധത്തിൽ നിന്ന് വരുന്ന ഒരു അബദ്ധധാരണയല്ലേ? അപ്പോൾ അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഇടി വിട്ടുന്ന പോലെ എൻ്റെ നെഞ്ചത്തൊരു ഷോക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ ആ തീരുമാനം തിരുത്താതെ ധ്യാനകേന്ദ്രം തുടങ്ങാൻ പോയി ഈശോ കൂടെ വരില്ല. എന്നിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാനൊരു സംഭവം പറയാം. എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പം അദ്ദേഹം ഒരു വണ്ടിയുടെ ഡ്രൈവറാണ്. ആ വണ്ടി ഒരച്ഛൻ്റെ വണ്ടിയാണ്. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇയാളെ ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, ഓർമ്മയില്ല. അച്ഛ മുരുകൂര് ധ്യാന കേന്ദ്രത്തിൽ അദ്ദേഹം ധ്യാനിച്ച് മാനസാന്തരപ്പെട്ട ആളാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം കുടുംബത്തിൽ വലിയൊരു തകർച്ചയുണ്ടായ ആത്മഹത്യക്ക് തീരുമാനിച്ചു. മദ്യം, മയക്കുമരുന്ന് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് റെയിൽവേ സ്റ്റേഷൻ എത്തി അവസാനം ഒരു ട്രെയിനിൽ വന്ന് കയറി. ട്രെയിനിൽ അദ്ദേഹം തൃശ്ശൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മുരുകൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്. അവിടെ എത്തിയപ്പോൾ ഈ മുരുകൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ കെട്ടിടം അദ്ദേഹം കണ്ടു. പെട്ടെന്ന് അദ്ദേഹം വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് അവിടെ നിർത്തി ആൾക്കാരെ ഇറക്കാൻ വേണ്ടി ആ സമയത്ത് അയാൾ അവിടെ ഇറങ്ങി. അത് പാസഞ്ചർ ട്രെയിനായിരുന്നു, അതുകൊണ്ട് അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താണെന്ന് ഒരു പിടിയും കിട്ടാതെ ഇരുട്ടത്ത് വൈകുന്നേരം ഒരു 7 മണിക്ക് കണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ റെയിൽവേ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന എബ്രാഹിം എന്നയാൾ ഇയാളെ കണ്ടു. കാര്യം ചോദിച്ചു, എന്താണ് കാര്യം ചോദിച്ചപ്പം പറഞ്ഞ് ഞാൻ ആത്മഹത്യക്ക് ഇറങ്ങിയ ആളാണ്. അങ്ങനെ അദ്ദേഹത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഈ ആഴ്ച ഇവിടെ ധ്യാനം കൂട്. എനിക്ക് ധ്യാനം കൂടെ എൻ്റെ കാശുമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ വസ്ത്രം കൊടുത്തു. ഞാൻ ഉപയോഗിച്ചിരുന്ന ലുങ്കിയും എൻ്റെ ഷർട്ടും ഒക്കെ മാറാനായിട്ട് ഞാൻ കൊടുത്തു. എന്നിട്ട് ധ്യാനത്തിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു, ഫീസൊന്നും കൊടുക്കണ്ട. അങ്ങനെ അദ്ദേഹം അവിടെ ധ്യാനം പൂർത്തിയാക്കി.
2-3 ധ്യാനങ്ങൾ കൂടി മാനസാന്തരപ്പെട്ടു, ആത്മഹത്യ പിന്തിരിഞ്ഞു, പ്രാർത്ഥനയിലായി. ഒരച്ഛനെ കണ്ടെത്തി, അച്ഛൻ്റെ കൂടെ, ധ്യാനഗുരു അച്ഛൻ്റെ കൂടെ ഡ്രൈവറായിട്ട് ബസ് ശുശ്രൂഷ ചെയ്തു. ഞാൻ പറഞ്ഞു, ഇതുവരെ ബ്രോക്കൺ ആയിട്ടുള്ള ആൾക്കാർക്ക് വന്ന് കയറാൻ വേണ്ടിയാണ് കർത്താവ് മുരിങ്ങൂർ ധ്യാനകേന്ദ്രം ഒരുക്കിയത്. അതുകൊണ്ട് അച്ഛനൊരു ധ്യാനകേന്ദ്രം തുടങ്ങുമ്പോൾ തകർന്നവരെയും ബലഹീനരെയും മുടന്തരെയും വികലാംഗരെയും ആർക്കും വേണ്ടാത്തവരെയും അവരെയും സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അഭയം കൊടുത്തുകൊണ്ട് അവരെ ആലിംഗനം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പോലെ അവരെ പുറംപോക്കിലേക്ക് വലിച്ചെറിയാതെ സ്വീകരിക്കാൻ പറ്റുന്ന മനോഭാവത്തോടെ വേണം ധ്യാനകേന്ദ്രം തുടങ്ങാൻ. അദ്ദേഹം അങ്ങനെ തന്നെ ഇപ്പം ചെയ്യുന്നത്. ആ ധ്യാനഗുരു അങ്ങനെ തീരുമാനമെടുത്തു. അതുപോലെ എല്ലാവർക്കും വേണ്ടി ധ്യാനമാണ് നടത്തുന്നത്. അത്രേ ഇപ്പം ഞാൻ പൊതുവായിട്ട് പറയുന്നുള്ളൂ. മത്തായി സുവിശേഷകനെ ഈശോ കൂടിച്ചേർത്തുകൊണ്ട് ഒരു സുവിശേഷകനുണ്ടായി, ഒരു അപ്പസ്തോലനുണ്ടായി. അപ്പോൾ പാപികളോടുള്ള ദൈവത്തിൻ്റെ കരുണ, അവരെ കൂട്ടിച്ചേർത്ത് നടത്തുന്ന യേശുവിൻ്റെ കരുണ അവിടുത്തെ സ്നേഹത്തിൽ വരുന്ന അവിടുത്തെ മറ്റൊരു സ്വഭാവമാണ്. നമുക്ക് അവിടുത്തെ കരുണയിലും സ്നേഹത്തിലും ആശ്രയിക്കാം. കർത്താവെ, അങ്ങയുടെ കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും ഞങ്ങളെ പൊതിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ